ബാലകൃഷ്ണൻ 1 മില്യൺ സ്റ്റോറീസ്. ചേച്ചി ഞാൻ ഒരു ഇൻട്രോ അവിടെ കൊടുത്തിട്ടാണ് ഞാൻ വന്നേക്കണത്. ഹായ് ഹലോ നമസ്കാരം, ഞാൻ സരിത ബാലകൃഷ്ണൻ അല്ല, ഞാൻ ദർശന. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ ഇപ്പം ഇവിടെയെന്ന്. ഞാൻ വേറെ ഒന്നുമല്ല, ഞാൻ സരിത ചേച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. കുറേ ദിവസമായി ചേച്ചിയുടെ വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞ ചേച്ചിനെ പറ്റിക്കുകയല്ല, നമ്മുടെ ഷൂട്ടിൻ്റെ തിരക്കും ആയതുകൊണ്ട്, പിന്നെ കൊറോണ കഴിഞ്ഞിട്ടുള്ള ഷൂട്ടായതുകൊണ്ട് ഒരിക്കലും ബ്രേക്ക് കിട്ടാറില്ല. അപ്പോൾ ഇന്ന് ചേച്ചിക്കൊരു ബിഗ് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടെ എല്ലാവർക്കും 1 മില്യൺ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഞാൻ വീട്ടിലെത്തിട്ടോ. ഈ വീട് എനിക്ക് നേരത്തെ അറിയാം. ചേച്ചിനെ പിക്ക് ചെയ്യാൻ വരുമ്പോൾ ഞാൻ എപ്പോഴും കാണുന്ന വീടാണ്. പക്ഷെ ഞാൻ പിന്നെ വീട്ടിൽ ആരും ഇല്ലെന്നാണ് തോന്നുന്നത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കയറാം. എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്ന് അറിയാം. ബെല്ലടിക്കാം. ഞെട്ടിപ്പോവോ, എന്തായിരിക്കും അവസ്ഥ ഒന്നും അറിയില്ല. ഹായ്, ഞാൻ ഇതാണ് ശരത് ചേച്ചിയുടെ യഥാർത്ഥ മുഖം. എല്ലാവരും കണ്ടു. മേക്കപ്പ് ഒക്കെ ചെയ്ത് നമ്മളെ പറ്റിക്കുകയാണ് ചെയ്യാറ്. ഇപ്പൊ മനസ്സിലായില്ലേ വീട്ടിലെല്ലാവരും ഈ അവസ്ഥയിലായിരിക്കും എന്നുള്ള കാര്യം. ഞാൻ ഏതാണ്ട് ഈ അവസ്ഥയിലൊക്കെ ആയിരിക്കും. അവരൊക്കെ ഈ വേഷത്തിൽ തന്നെ. അതല്ല, ഇപ്പൊ കുറക്കൊന്നുമില്ല. ഇന്നലെ 2:30-3 മണി ഷൂട്ട് പോയതാണ്. അപ്പൊ എന്തായാലും വിചാരിച്ചില്ല ഞാൻ വരില്ല. അത് സത്യം. അതുകൊണ്ടാണ് ഞാൻ സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞത്. ബാക്കിയുള്ളവരെ കൂടി ഞങ്ങൾക്ക് പരിചയപ്പെടണ്ടേ. ഇന്നലെ ഞാൻ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചേച്ചിക്ക് അയ്യെന്ന് കുറെ നേരം ചേച്ചി പോയി ഒരുങ്ങി ഞാനൊന്നും റെഡിയാവട്ടെ, ഞാൻ സുന്ദരിയായിട്ട് വരട്ടെ. അപ്പൊ നമുക്ക് ചേച്ചി ഒന്ന് സുന്ദരിയായിട്ട് നമുക്ക് കാണാം. ബൈ. ഇനിയും പിന്നെ അവരെ അത് പറഞ്ഞ് ബോറടിപ്പിക്കണോ? പറയണ്ടല്ലേ, വേണ്ട, നമുക്കത് ഒഴിവാക്കാം. അപ്പൊ നമുക്ക് ഡയറക്റ്റ് കാര്യത്തിലേക്ക് പോവാം അല്ലേ? ഞാന് കൊറേ നാളായി ദർശനയുടെ പുറകെ നടക്കുന്നത്. ഒരു ഇന്റർവ്യൂ പക്ഷെ രക്ഷയില്ല. കാരണം ഞങ്ങൾ മൗനരാഗത്തിന്റെ ടൈറ്റ് ഷെഡ്യൂളാണ്. നമ്മുടെ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് എപ്പിസോഡുകളൊന്നും ഇല്ല. അതുകൊണ്ട് ടൈറ്റ് ആയിട്ട് ഇങ്ങനെ പോണതുകൊണ്ട് ദർശനയ്ക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയമില്ല. ദർശനയ്ക്കെന്ന് മാത്രമല്ല, അവിടെയുള്ള ആർക്കും കേട്ടോ. പിന്നെ അവിടെ വെച്ച് ഇന്റർവ്യൂ എടുക്കാന്ന് വെച്ചാൽ സൗണ്ട് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ ഫ്രീ ടൈം കിട്ടാൻ വേണ്ടി ഇപ്പൊ ഞങ്ങൾക്ക് 2 ദിവസത്തെ ബ്രേക്ക് കിട്ടിയിരിക്കുകയാണ്. അവിടെ വെച്ച് ഇന്റർവ്യൂ എടുക്കാന്ന് വെച്ചാൽ ഞങ്ങളുടെ ഡയറക്ടറിന്റെ സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് അത് ഒഴിവാക്കിയത്. അതെ. പിന്നെ ദർശന ഇന്നലെ വെളുപ്പിനെ 2-2:30-3 മണി വരെ ഷൂട്ട് പോയായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് ഒട്ടും ദർശനെ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ ഒരു തരി ഉറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ ഇന്ന് സത്യമായിട്ട് ദർശനെ പ്രതീക്ഷിച്ചില്ല. എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇന്ന് തന്നെ ദർശന വന്നല്ലോ. അപ്പൊ നമുക്കിനി കൂടുതൽ ഞാൻ കത്തിവെക്കുന്നില്ല, നമുക്ക് കാര്യത്തിലേക്ക് ദർശനയുടെ വിശേഷത്തിലേക്ക് കിടക്കാം. പുതിയ വിശേഷം എന്താന്ന് വെച്ചാല്, ഇപ്പൊ മൗനരാഗം കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന സീരിയലാണ് മൗനരാഗം. കല്യാണം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം കല്യാണത്തിന്റെ ആ ഒരു എൻജോയ്മെന്റ് നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. ഹണിമൂണൊന്നും പോകാൻ പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ സെറ്റിൽ തന്നെയായിരുന്നു എല്ലാം. ഞാൻ വന്ന ടൈം അപ്പോഴാണെന്ന് എനിക്കറിയാലോ, കല്യാണം കഴിഞ്ഞ ഒരു ടൈമിലായതുകൊണ്ട് പുറത്ത് എവിടെയും പോകാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് ബ്രേക്ക് തന്നു തുടങ്ങിയപ്പോൾ കൊറോണ വന്നത് നമ്മളെ ചതിച്ചു. അതുകൊണ്ട് ഈ സമയത്ത് കല്യാണം കഴിച്ച ആർക്കും ഹണിമൂണിന് പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അവരൊക്കെ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അല്ലെ, ശരിക്കും നിങ്ങൾ എവിടെയെങ്കിലൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നോ? പ്ലാൻ ചെയ്തത് എനിക്ക് തോന്നുന്ന ഹസ്ബൻഡ് പറയായിരുന്നു, കല്യാണം കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ വെറൈറ്റി ആയിട്ടൊരു സ്ഥലത്ത് കൊണ്ടുപോകും. വെറൈറ്റി. അപ്പൊ ഞാൻ വിചാരിച്ചത് എവിടെയാ, കുളു മണാലിയൊക്കെയാണോ? സ്വപ്നമൊക്കെ കണ്ടെങ്കിൽ ഇരിക്കുകയായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, എന്നെ കുറെ പാറയുടെ മുകളിലൊക്കെ കൊണ്ടുപോയി കൊറേ കുന്ന് കയറ്റിച്ചു. ഞാൻ പറഞ്ഞു ഇതൊക്കെ എന്തിനാ? ആദ്യമൊക്കെ നമുക്ക് വലിയ രസമായി തോന്നി, കുന്നൊക്കെ നമ്മള് കേറും എന്നൊക്കെ നല്ല രീതിയായിരുന്നു. പിന്നെ ഇതൊരു ശീലമായി പോയി. എപ്പോ നോക്കിയാലും എവിടെയെങ്കിലും പോകാൻ ആദ്യം പാറമേല് കയറും.
ഒരു പാറ കാണിച്ചെന്ന് പറയും കേറിക്കോ, ഇതാണ് നല്ല രസമുള്ള സ്ഥലം എന്ന് പറയും. പിന്നെ പിന്നെ എനിക്കത് മടുത്ത്. എനിക്ക് തോന്നി എന്തോ ശിക്ഷയാണ് പുള്ളി എനിക്ക് തന്നതെന്ന്. ഈ പാറയൊക്കെ, നീ പാലക്കാടാണല്ലോ, അപ്പൊ ഈ പാറയൊക്കെ അതെ, പാലക്കാട് വന്ന എന്നോട് പാറ കാണിച്ചിരുന്നാല് ഞാൻ പറഞ്ഞു ഞാനിതൊക്കെ കണ്ട് മടുത്ത സാധനം, എനിക്ക് വല്ല ടൗൺ ഏരിയ ഒക്കെ കാണിച്ചാ എനിക്ക്. അപ്പൊ പുള്ളി പറഞ്ഞു ഇത് ഇവിടുത്തെ പ്രകൃതിദത്തമായ കുറെ കാര്യങ്ങളാണ്, അതുകൊണ്ട് ഇത് കാണിച്ചു തരാന്ന്. അപ്പൊ തോന്നി ഇങ്ങനെ ഹണിമൂണിന് പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ അത് എനിക്ക് തന്ന എന്തോ ഒരു ശിക്ഷയാണോ അറിയില്ല. കാര്യമില്ല, കാരണം അനൂപ് യാത്ര ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അതെ അതെ, തീർച്ചയായിട്ടും എന്തായാലും അനൂപ് കൊണ്ടുപോകും തീർച്ചയായിട്ടും. കൊറോണ ആയിരുന്നു, പിന്നെ മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ ഷൂട്ട് എന്റെ മിസ്റ്റേക്ക് ആണ്, കാരണം ഞാനിപ്പോ ഷൂട്ടിന് ഡേറ്റ് കൊടുക്കും എല്ലാ പ്രാവശ്യവും. അപ്പം പുള്ളി പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല. ഞങ്ങൾ ഡൽഹിയൊക്കെ പോകണമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു, ഒന്നും നടന്നില്ല. പിന്നെ എല്ലാവരും അതിൻ്റെതായി ബിസി ആയിപ്പോയി. ഇനിയിപ്പോ ഇനി കുറച്ച് കഴിയണം നമുക്ക് ഒരു യാത്രയൊക്കെ പോകണം. കൊറോണയൊക്കെ കഴിഞ്ഞ് എന്തായാലും ഒരു യാത്രയൊക്കെ പോകും. ഞാന് നിന്നെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് എന്ന് ഇതാക്കി കഴിഞ്ഞപ്പോ ഞാൻ അനൂപിനെ വിളിച്ചായിരുന്നേ. അനൂപിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, അനൂപ ദർശനയ്ക്ക് അനൂപിന് തോന്നിയ ഫോൾട്ടുകൾ എന്താണെന്നോട് ഞാൻ ചോദിച്ചു. പുള്ളി ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ടോ, ഇതാണ് എന്റെ ഫോൾട്ട്. നല്ലൊരു ഭർത്താവ് കേട്ടോ, ആകെ ഒരു ഭാര്യയെ പറ്റി പറയാൻ അതിന്റെ 2 ഫോൾട്ട് മാത്രമേ ഉള്ളൂ. അതേ ഓർമ്മ വന്നിട്ടുണ്ടാവുള്ളൂ ആ സമയത്ത്, ചിലപ്പോ മറന്നു പോയതായിരിക്കും. പാവം തോന്നി, അയ്യോ പാവം നീ അത്ര പാവാണെന്ന് സന്തോഷം തോന്നുന്നില്ല. ഇല്ല സത്യം, ആദ്യം വിചാരിച്ചില്ല അത് എത്ര പാവാണെന്നല്ലേ. പക്ഷെ എന്താ പറയാ, ഒന്നാമത്തെ എന്താന്ന് വെച്ചാ വഴക്കിട്ട് കഴിഞ്ഞാ നീ അങ്ങോട്ട് കയറി മിണ്ടില്ല. അത് പുള്ളിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യം. അത് ശരിയല്ല കേട്ടോ ദർശന, പോയി കയറി മിണ്ടണം കേട്ടോ. എന്തൊന്നാലും അല്ല, ഞാനൊരു കാര്യം ചോദിച്ചു, വഴക്കിട്ട് ആരാണ് മിണ്ടാറ്? വഴക്കിടുന്നത് തന്നെ മിണ്ടായിരിക്കാൻ. അത് പക്ഷെ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവട്ടെ. അത് എനിക്ക് തോന്നുന്നു അവരുടെ ഫാമിലിയിലുള്ള ഒരു പോസിറ്റീവായിട്ടൊരു കാര്യമാണ്. കാരണം എന്താന്ന് വെച്ചാൽ എന്റെ വീട്ടിലൊക്കെ വഴക്കിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, വഴക്ക് ചെറിയൊരു വഴക്കാണെങ്കിൽ കൂടി ഒരു അരമണിക്കൂറേലും മിണ്ടായിരിക്കും. ഞാൻ മിണ്ട് നീ മിണ്ട് എന്നുള്ള തർക്കമൊക്കെ ആയിരിക്കും. മുഖത്തോട് മുഖം നോക്കി നമ്മൾ ആക്ഷനൊക്കെ കാണിക്കും, നീ എന്താ മിണ്ടാത്തെ, ഇന്ന് ഞാൻ മിണ്ടാന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഭീകരമായിട്ടുള്ള അടിയൊക്കെ ആയിരിക്കും. ചെറിയ കാര്യമായിരിക്കും. പുള്ളി പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ഭയങ്കര സ്നേഹമാണ്. പക്ഷെ പുള്ളി പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലാവാതെ പിന്നെയും പിന്നെയും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ദേഷ്യം വരും. അപ്പൊ ഞാനും അമ്മയൊക്കെ കുറച്ച് ബുദ്ധി അധികമുള്ള കാരണം കൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഈ പറഞ്ഞ കാര്യം എന്താന്ന്. അപ്പൊ പുള്ളി പെട്ടെന്ന് ഇങ്ങനെ ചൂടാകുന്നുണ്ട്. അപ്പൊ ഞാൻ ദൈവം എവിടെ വെട്ടും കൊല്ലേക്ക് നടക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കാണുമ്പം ഭയങ്കര കൂളായിട്ട് അവിടെ പോയിരുന്ന ചായയും കുടിച്ച് മിച്ചറും കഴിച്ചിരിക്കുന്നുണ്ടോ. ഇപ്പൊ വിചാരിച്ചിരിക്കും ദൈവം ഈ വച്ചിട്ടാണ് ഇപ്പൊ അവിടെ ഒന്ന് അടി ഉണ്ടാക്കിയത്. അത് ഒരിക്കലും അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ല, 2 മിനിറ്റിനുള്ളിൽ അത് മറന്നു പോകും. അങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ അല്ല. പക്ഷെ ഞാൻ മിണ്ടില്ല. വഴക്കിട്ട് ഞാൻ പോയി വരും. അയ്യോ തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും പോകില്ല. എനിക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാന്ന് തോന്നുന്നു. പുള്ളി തന്നെ ക്യാരക്ടറുകൾ ചെയ്തിട്ടാണോ ഈ അഹങ്കാരം വന്നത്? അല്ല, ഞാൻ വിചാരിക്കണത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഞാൻ പിണങ്ങിയില്ലേ, ഇനിയിപ്പൊ ഞാൻ എങ്ങനെ പോണോ വേണ്ടയോ എന്നുള്ള സംശയമാണെങ്കിൽ അരമണിക്കൂർ ആലോചിച്ചോണ്ടിരിക്കല്. അത് കഴിയുമ്പോഴത്തേക്കും പുള്ളി വരും ഇങ്ങോട്ട്. അപ്പം എന്റെ കാര്യത്തിലും നല്ല മിസ്റ്റേക്ക് അങ്ങനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് തന്നെ മിണ്ടും. അതെന്റെ മിസ്റ്റേക്ക് തന്നെ ആയിരിക്കും എപ്പോഴും. ഓക്കെ, രണ്ടാമത്തെ ഫോൾട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കിംഗ് അറിയില്ല. പഠിക്കാൻ എനിക്കൊരു അവസരം തരുന്നില്ല. എന്റെ അമ്മായിയമ്മ പറഞ്ഞ നല്ലൊരു അമ്മായിയമ്മയാണ്, എനിക്ക് എല്ലാം ഉണ്ടാക്കി തരും. ഞാൻ അങ്ങനെ അടുക്കളയിൽ കയറിയാലും മോളെ അത് മതിയോ ഇത് മതിയോ അതൊക്കെ ചോദിക്കുന്ന ഒരു അമ്മായിയമ്മയാണ്. അപ്പൊ അമ്മക്ക് ഞാൻ അങ്ങനെ കുക്ക് ചെയ്ത് അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടില്ല. അമ്മ തന്നെ എല്ലാം. ഞാൻ ചിലപ്പം അമ്മ എല്ലാം സ്പീഡിൽ ചെയ്യുന്ന ആളാണ്. ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അമ്മയുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് അടക്കം അമ്മ കറക്റ്റ് ആയിട്ട്. നിന്റെ വീട്ടിലാണെങ്കിലും കുക്കിംഗ് ഞാൻ ചെയ്തിട്ടില്ല. അത് മെയിൻ ആയിട്ട് എന്താ, ചേച്ചിമാരും ഉണ്ട്. മാത്രമല്ല അമ്മ ചെയ്യും. ഞാൻ 15 ദിവസം ഷൂട്ടിലാണ്. പിന്നെയുള്ള 15 ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഇനോഗ്രേഷൻ അങ്ങനെ എന്തെങ്കിലും ബിസി ആയി പോകും. അപ്പൊ ഈ കുക്കിംഗ് പഠിക്കാനുള്ള ഒരു സാവകാശം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇനി എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. പഠിക്കും, പഠിക്കാതിരിക്കില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വീട്ടിൽ പോയാൽ എനിക്ക് അവസരം മാത്രമേ ഉണ്ടാവുള്ളൂ. അയ്യോ ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യും. പുള്ളി നല്ലൊരു കുക്കാണ്. എന്നെക്കാൾ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ്. അല്ല അങ്ങനെയാന്ന് വെച്ചാൽ പൊതുവെ ആളുകൾ കുക്ക് അത്ര അറിയാത്ത ഒരാളുകളാണല്ലോ, അപ്പൊ ആ ടൈപ്പ് ആണല്ലോ. അപ്പം പുള്ളി നല്ലപോലെ കുക്ക് ചെയ്യും. എന്നെക്കാൾ ബെറ്റർ ആണ് എന്നെ കുക്ക് ചെയ്യാനൊക്കെ. ഞാൻ ചെറിയ തോതിലൊക്കെ കുക്ക് ചെയ്യും, യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ചെറിയ തോതിലൊക്കെ. ഈ നോണാണ് അധികം എന്റെ സക്സസ് ആവാറ്. വെജിറ്റേറിയൻ അങ്ങനെ സക്സസ് ഫ്ലോപ്പാണ് എപ്പോഴും. അപ്പൊ ചിക്കനൊക്കെ
പുള്ളി അത് ഭയങ്കരമായിട്ട് ഉണ്ടാക്കും. ചിക്കൻ പായസം ശരി. അതൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പുള്ളിക്കാരൻ. വേറൊരു കാര്യം ഇതിനിടയ്ക്ക് ഞാൻ ചോദിക്കാൻ വിട്ട്, ഈ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 6 മാസം 8 മാസം 8 മാസമായിട്ടില്ല. അതിന് മുന്നേ ഈ വഴക്ക് വരുന്നതിന്റെ കാര്യം ഒന്നും മിണ്ടാതിരിക്കുന്നത്, വഴക്ക് വരുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക. ഞങ്ങള് ഡെയിലി അത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് പൊതുവെ കല്യാണം കഴിഞ്ഞ ആ തുടക്കത്തില് എല്ലാരും പറയും, ഓ ചേട്ടൻ എനിക്ക് അങ്ങനെയാണ്, ചേട്ടൻ എനിക്ക് ഇങ്ങനെയാണ് എന്നൊക്കെ ചുമ്മാ ഒരു ബിൽഡപ്പാണ്. ലൈഫ് എന്ന് പറയുമ്പം എങ്ങനെയാണെങ്കിലും ഒരു അടി ഉണ്ടാവും. അടി ഇല്ലാതെ പോകുന്ന ഒരു ലൈഫാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ അടിക്ക് നീളം ഒരുപാട് ദൈർഘ്യമില്ല. അത് അപ്പൊ തന്നെ പറഞ്ഞു തീർന്നു. അതിന്റെ ഫുൾ ക്രെഡിറ്റ് അനൂപിന് തന്നെയാണ്. ആണോ? എനിക്കില്ല. നീ പോയി മിണ്ടാറില്ല. അത് ശരിയാ, അനൂപിന് തന്നെയാണ് അതിന്റെ ഫുൾ ക്രെഡിറ്റ്. ശരിയാണ്. അടിയിൽ കോംപ്രമൈസ് ചെയ്യുന്നത് പുള്ളിയാണ്, പറഞ്ഞ് മനസ്സിലാക്കിയിട്ട്. പക്ഷെ ഞങ്ങളുടെ ഒരു കാര്യം എന്താ വെച്ചാല്, എന്തിനാണ് അടി ഉണ്ടാക്കിയെന്നുള്ള കാര്യം ഞങ്ങൾ ക്ലിയർ ചെയ്യും. അത് അന്നത്തെ ദിവസം തന്നെ ക്ലിയർ ചെയ്ത് അപ്പൊ തന്നെ വിടും. അതങ്ങനെ എടുത്തു വെച്ചിട്ട് പിന്നെ അന്ന് നീ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല ആ പരിപാടിയില്ല. അപ്പൊ പറയുന്നത് അപ്പൊ തന്നെ പറഞ്ഞു വെക്കും. മനസ്സിൽ അങ്ങനെ വെച്ചിട്ട് അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല. അടിയൊക്കെ ഉണ്ടാവും, അടി ഇല്ലാതിരിക്കില്ല. അത് ആരുടെ ലൈഫിലും ഉണ്ടാവാതിരിക്കില്ല. ഈ പറഞ്ഞ പോലെ നിങ്ങൾ രണ്ടുപേരും ഇരുന്നാൾ രണ്ടുപേർക്കും ഞങ്ങളെ സെയിം നാളാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഏതാണ്ട് ഒരു ഇരുന്ന് വാഴും എന്നാണ് പറയാ. അതെ. അപ്പൊ രണ്ടുപേർക്കും ഒരേ അഭിപ്രായം, ഒരേ ഇഷ്ടങ്ങള്, അതൊക്കെ എല്ലാം ഒരേ ഇഷ്ടങ്ങൾ തന്നെയാണ്. ഒരേ ഇഷ്ടങ്ങളാണ്. പക്ഷെ ഒരേ ദേഷ്യമല്ല. പുള്ളിക്ക് ദേഷ്യം കൂടുതലാണ്, എനിക്ക് ദേഷ്യം കുറവാണ്. ഓക്കെ. പിന്നെ അപ്പൊ നിന്റെ ഫോൾട്ട് ഞാൻ അനൂപിനെ വിളിച്ചു ചോദിച്ചു. അപ്പൊ പുള്ളിയുടെ ഫോൾട്ട് ആയിരിക്കും എന്നോട് ചോദിക്കും. ഫോൾട്ട് എന്താണ്? അതിന് ഈ ഒരു എപ്പിസോഡ് വേണമെന്ന് തീരുന്ന എനിക്ക് തോന്നുന്നില്ല. ചുമ്മാറാ. പുള്ളിക്ക് അങ്ങനെ ഫോൾട്ട് പറയാൻ മാത്രം അങ്ങനെ ദേഷ്യമുണ്ട്, പെട്ടെന്ന് ദേഷ്യപ്പെടും. പക്ഷെ അതൊരു ഫോൾട്ടാന്ന് പറയാൻ പറ്റില്ല. കാരണം അപ്പൊ തന്നെ കൂളാവുകയും ചെയ്യും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്നോടാണ് ദേഷ്യം കുറച്ച് കാണിക്കുന്നത്, ബാക്കി എല്ലാവരോടും ദേഷ്യം കാണിക്കും. അപ്പൊ അത് കണ്ടാ പറയില്ല. കണ്ട ഭയങ്കര രസമുള്ള നല്ല ചിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ എന്ത് നല്ല പയ്യൻ, ആ ചിരിക്കുന്ന പോലെ തന്നെ പുള്ളിക്ക് ദേഷ്യം വരും. അപ്പൊ അത് ഫോൾട്ട് ചില സമയത്ത് ഞാൻ പറയാൻ കേട്ടോ, ആ സിറ്റുവേഷനിൽ അങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ല, എനിക്ക് അങ്ങനെ പറയാൻ പാടില്ല, ചിലപ്പോൾ അത് അവർക്ക് ഹേർട്ട് ചെയ്യുന്ന കാര്യമായിരിക്കും എന്ന് പറയും. അങ്ങനെ ആ ഒരു ഫോൾട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ബാക്കി എല്ലാ കാര്യത്തിലും പുള്ളി പക്കയാണ്. ഇരുന്ന് വാഴും എന്ന് പറയുന്ന ഇല്ല, അത് ഒരു ഫോൾട്ടായിട്ട് നമുക്ക് തോന്നില്ല. ലൈഫിൽ അത് എപ്പോഴും നമുക്ക് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇത്രയും നേരം നമ്മള് കുടുംബവിശേഷമായിരുന്നു. ഇനി നമുക്ക് സീരിയൽ വിശേഷത്തിലോട്ട് പോവാം. ഈ ഒട്ടുമിക്ക ക്യാരക്ടറും നെഗറ്റീവ് ആണല്ലോ. അപ്പൊ അതേ ക്യാരക്ടർ തന്നെയാണോ ജീവിതത്തിലും? അയ്യോ അത്ര വലിയൊരു നെഗറ്റീവ് അല്ല. നമ്മുടെ ലൊക്കേഷനിൽ വരുമ്പോ പാവമാണ്, അത് ഞങ്ങളുടെ അടുത്ത് അത് പിന്നെ അങ്ങനെയല്ലേ അഭിനയിക്കുന്നുള്ളൂ, ഞാൻ കാണിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ എങ്ങനെയാണ് ശരിക്കുള്ള ക്യാരക്ടർ? എങ്ങനെയാണ് ശരിക്കുള്ള മൗനരാഗത്തിലെ ക്യാരക്ടർ വെച്ച് കമ്പയർ ചെയ്യുമ്പോ ഒരിക്കലും അല്ല. ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടറേ അല്ല. അങ്ങനെ ഇത്ര വാശി ദേഷ്യം അങ്ങനെ ഒന്നും പരിപാടിയൊന്നും എനിക്കില്ല. ഞാൻ അങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരാളും അല്ല. ആരെങ്കിലും ദേഷ്യപ്പെട്ടാലും ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ ദേഷ്യം കഴിഞ്ഞിട്ട് ഞാൻ സമാധാനപരമായിട്ട് പറഞ്ഞു തരാന്ന്. പക്ഷെ ഞാൻ ദേഷ്യപ്പെട്ട എന്റെ ഹസ്ബൻഡ് അടക്കം പറയുന്നത്, നീ ദേഷ്യപ്പെടാറുണ്ടോ? നീ എപ്പോഴാണ് ദേഷ്യപ്പെടുന്നത്? ഞാൻ പറയും ഞാൻ കുറച്ചുമ്പോ ദേഷ്യപ്പെട്ടത് എന്താ? പുള്ളിക്ക് അതൊരു ദേഷ്യമായിട്ട് തോന്നാറേ ഇല്ല. പിന്നെ ഞാൻ കുറച്ചു നേരം സൈലന്റ് ആയിട്ടിരിക്കും. അത് ഏത് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ബെസ്റ്റ് ഇതാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ മിണ്ടായിരിക്കുന്നത്. ഒരു സൊല്യൂഷൻ ആണല്ലോ നമ്മുടെ മിണ്ടായിരിക്കും. അങ്ങനെ ഞാൻ സ്വയം കണ്ടുപിടിച്ചൊരു ആൻസർ ആണത്. അപ്പൊ നമുക്ക് തോന്നൂലേ അവര് പറഞ്ഞതിന് കൗണ്ടർ നമ്മൾക്ക് പറയണം, അതായത് നമ്മൾക്ക് ഇന്നതാണ് സംഭവം എന്ന് പറയണമെന്നൊന്നും തോന്നുന്നു? പറയും. ആ സെക്കൻഡിൽ നമ്മൾ പറയും. ഞാൻ പറയില്ല. നമ്മളത് അവര് നമ്മളെ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവരപ്പത്തെ പ്രഷറിൽ അത് പറയുന്നതാണ്. അപ്പൊ അപ്പൊ നമ്മൾ തിരിച്ചു പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവൂല, അവരാ ക്ഷമയോടുകൂടി അത് കേൾക്കൂല. അവർ കൂളായിരിക്കുമ്പം ഇതാണ് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവർക്കത് സമാധാനപരമായിട്ട് കേൾക്കുകയും ചെയ്യും, മനസ്സിലാക്കാനും പറ്റും. അത് ഞാൻ വീട്ടിലും അങ്ങനെ തന്നെയാണ്. അടി ഉണ്ടാവുമ്പോൾ മാക്സിമം ഉണ്ടായിരിക്കലാണ്. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെയാണ് സംഭവം. ഞാൻ ചേച്ചിയായിട്ടാണ് കൂടുതൽ അടി ഉണ്ടാക്കാറ്. അപ്പൊ അവളോട് കാര്യം അവൾ ഇച്ചിരി ദേഷ്യക്കാരിയാണ്. അപ്പൊ അവളോട് ഇങ്ങനെ രണ്ടാമത്തെ ചേച്ചി ഇച്ചിരി ദേഷ്യക്കാരിയാണ്. അപ്പൊ അവളോട് വഴക്ക് കഴിഞ്ഞ് കാര്യം പറഞ്ഞ് മനസ്സിലാക്കും. അപ്പൊ അവൾ ഓക്കെയാണ്. നമ്മള് കുടുംബവിശേഷം നിർത്തി സീരിയൽ വിശേഷത്തിലേക്ക് പോകാനാണ് പറഞ്ഞത്. പിന്നെ കുടുംബവിശേഷം കമ്പയർ ചെയ്തത് കൊണ്ട് പറഞ്ഞാണ്. ഞാനൊരു നെഗറ്റീവ് ഒരിക്കലും ഞാൻ ആ സീരിയലുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെയ്ത നെഗറ്റീവ് ക്യാരക്ടറുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും ആ നെഗറ്റീവ് ക്യാരക്ടറാണ്. അല്ലാണ്ട് കണ്ണീര് ഒരിക്കലും അല്ല. അയ്യോ അത് ഇഷ്ടമല്ലാത്തല്ല. ഞാൻ ചെയ്താൽ അത് നന്നായിരിക്കും എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ചിലപ്പോ ചിലവർ പറയും അത് നല്ലതാണ്.
ഞാൻ സുമംഗലി ഭവ എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തപ്പോൾ എന്നോട് പലരും പറഞ്ഞത് ഈ വേണ്ട വേണ്ട ഇങ്ങനെ പാവാവരുത്, കുറച്ച് തൻ്റെയുടെ ആയിട്ട് നിൽക്കട്ടെ, ആ കരുത്തമുതലൊക്കെ നിൽക്കുന്ന പോലെ അങ്ങ് കരയാണ്ട് ഇങ്ങനെ അഭിനയിക്കുന്നൊക്കെ പറയുന്നത്. അപ്പൊ എനിക്കും തോന്നി അവർക്കും കണ്ടതാണ് ഇഷ്ടം, നമ്മളെപ്പോഴും കണ്ണീർ നായിക ആവാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ ഞാൻ ചെയ്തത് വെച്ചിട്ടും എനിക്ക് ബെറ്റർ ആണെന്ന് തോന്നിയത് നെഗറ്റീവാണ്. അതിപ്പോ എനിക്ക് എന്നോട് ചോദിച്ചു കഴിഞ്ഞാലും എനിക്കും എന്തോ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് നെഗറ്റീവാണ്. അത് ഓരോരുത്തർക്കും ഓരോ, ഇപ്പോഴും നെഗറ്റീവ് ചെയ്യാനാണ് ഇഷ്ടം. അതെ അതെ, ആദ്യം തന്നെ ഇപ്പൊ ഞാൻ ഇതിലൊരു പാവം അമ്മയായിരുന്നല്ലോ, അത് കഴിഞ്ഞിട്ടാണല്ലോ സാഹചര്യം അങ്ങനെ ആക്കി. അത് വേറെ ഒന്നല്ല, മകളെ സിനിമ ആകുമ്പോ നമുക്ക് പല പോസിറ്റീവ് ക്യാരക്ടർ തന്നെ നമുക്ക് പല രീതിയിൽ നമുക്ക് അതിനെ കാണിക്കാൻ പറ്റും. സീരിയൽ ആകുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ. അല്ലെങ്കിൽ ഒരു ബോൾഡ് ക്യാരക്ടർ ആയിരിക്കണം. ഈ ഹീറോയിൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് കരയാതെ നിൽക്കുന്ന അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരിക്കണം. കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഈ കരച്ചിലും ഒരു ഭാവത്തെ പോലെ അങ്ങനത്തെ ഒക്കെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ അത് പ്രത്യേകിച്ച് അതിനകത്ത് ഒന്നും ചെയ്യാനില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് നെഗറ്റീവ് ആണ് എനിക്ക് പുള്ളി അങ്ങനെ അഭിപ്രായം പറയുന്നതായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ചിലപ്പോ എന്നെ പറ്റി പുകഴ്ത്തി പറയാൻ വേണ്ടി ഞാൻ ചോദിക്കും എങ്ങനെയുണ്ട്, ഞാൻ ചെയ്യുന്നത് നല്ലതാണോ. ആ പുള്ളി പൊതുവേ സീരിയല് കാണാത്ത ഒരാളാണ്. അപ്പോൾ പുള്ളി വെബ് സീരീസ് ഒക്കെ കണ്ടിട്ട് എന്നോട് പറയും ഇതാണ് സീരിയൽ, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ അഭിനയിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പുള്ളിയുടെ ലെവല് വേറെയാണ്, നമ്മുടെ സീരിയല് ആയിട്ടൊരിക്കലും കമ്പയർ ചെയ്യില്ല പുള്ളി. അപ്പൊ ഞാൻ സമാധാനിക്കാൻ വേണ്ടി പറയും, ഓ നിന്നെ പോലെ അഭിനയിക്കുന്നത് വേറെ ഒരാളില്ല, ഇതൊക്കെ ചുമ്മാ പറയും. എന്നാലും അതൊരു അതെ. ആദ്യ ദർശനം എനിക്ക് പരിചയമില്ലല്ലോ, സീരിയലിൽ കണ്ടുള്ള പരിചയം മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ എന്താ പറയാ, ഭയങ്കര ജാട മിണ്ടില്ല, എല്ലാവരും അങ്ങനെ പറയാറുണ്ട്. പൊതുവേ ഇപ്പൊ എന്നെ കണ്ടാലും പറയും. ശരിയാണ്, നമ്മൾ അടുത്ത് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, എനിക്ക് ദർശന മേക്കപ്പ് ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടം മേക്കപ്പ് ചെയ്യാത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇന്റർവ്യൂ വരുമ്പോ മേക്കപ്പ് ഒന്നും ചെയ്യരുത് മാത്രമേ. പക്ഷെ ഞാൻ ഇപ്പൊ മേക്കപ്പ് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. അപ്പൊ അവര് കമന്റ് ഇടുന്നുണ്ട്, അപ്പൊ ലിപ്സ്റ്റിക് ഇട്ടതോ നടിയിലൊരു കമന്റ് വരും. അതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് കേട്ടോ, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് മേക്കപ്പ് മാക്സിമം കുറയ്ക്കും. നമ്മൾ ഈ പുട്ടി അടിച്ചിട്ടൊന്നും എവിടെയും പോകാറില്ല. അതൊരു വൃത്തികേടായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പുറത്തു പോകുമ്പോ അതിന്റെ ആവശ്യമുണ്ടല്ലോ. അപ്പൊ എന്റെ മുഖത്ത് കുറച്ച് വൃത്തികേട് കുറവായതുകൊണ്ടാണ് അറിയില്ല, ഞാൻ അങ്ങനെ ഒരുപാട് വൃത്തികേടാക്കാറില്ല മുഖം. മേക്കപ്പ് ചെയ്യുന്നതാണോ ഇഷ്ടം, ചെയ്യാത്തതാണ് ഇഷ്ടം? എന്നോട് പറയണം എവിടെ പോകുമ്പോഴും മേക്കപ്പ് ചെയ്യാത്തതാണ്. ശരിക്കും ഒരു കൊച്ചുകുട്ടി, തീരെ കൊച്ചു, ഇപ്പൊ നമ്മൾ തമ്മിൽ ഇരിക്കുമ്പോ തന്നെ കാണാം. അപ്പൊ കൊച്ചുകുട്ടിയായിട്ടാണ് മേക്കപ്പ് ചെയ്യാണ്ട് കാണുന്നത്. മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോ മുഖം കൊച്ചുകുട്ടിയാണ് ഞാൻ പറയാനായിട്ട് 10-30 വയസ്സുള്ള ഒരാള്. ചെയ്ത് കഴിയുമ്പോ ശരിയാ കുറച്ചുകൂടെ മെച്ചൂർഡായിട്ട് തോന്നും. അത് ശരിയാണ്. അത് മേക്കപ്പ് പൊതുവേ ഞാൻ പുറത്തു പോകുമ്പോൾ ചെയ്യാറില്ല. ലിപ്സ്റ്റിക് ഇടും. മേക്കപ്പ് പൊതുവേ ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ ട്രോളി എന്നെ കളിയാക്കും. അതല്ല ശരിക്കുള്ള കാര്യമാണ് പറയുന്നത്. വീട്ടിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് പോകേണ്ട ആവശ്യം വരുമ്പോൾ നമ്മൾ എന്തിനെങ്ങനെ മേക്കപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സീരിയൽ പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വരുമ്പോൾ മാത്രം ലൈറ്റായിട്ട് മേക്കപ്പ് ഇട്ടിട്ട് പോകും, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങൾക്ക് അറിഞ്ഞിരിക്കട്ടെ, ഇൻസ്റ്റാഗ്രാമില് എന്റെ ഇൻസ്റ്റാഗ്രാമില് എന്നോട് വന്നിട്ട് ദർശന ചേച്ചി ഉണ്ടോ, ദർശന ചേച്ചി ഫുഡ് കഴിച്ചോ, ദർശന ചേച്ചിയോട് എന്റെ അന്വേഷണം പറയോ എന്നൊക്കെ എന്നോടൊന്ന് ചോദിക്കും. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട്, അത് ദർശന ചേച്ചി ഉണ്ട്, ദർശന ചേച്ചിക്കും ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, നേരിട്ട് ചോദിച്ചോളൂ എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പൊ എന്താ ആർക്കും അങ്ങനെ റിപ്ലൈ ഒന്നും കൊടുക്കാറില്ല, ഫാൻസിനൊന്നും റിപ്ലൈ ഒന്നും കൊടുക്കാറില്ല? റിപ്ലൈ ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ ഫേസ്ബുക്കിൽ അങ്ങനെ ആക്റ്റീവ് അല്ല, ഇൻസ്റ്റയിലാണ് ആക്റ്റീവ്. അപ്പൊ ഞാൻ അധികം കുറെ കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോ ഇട്ട് തന്നെ അവരെന്നെ എന്നോട് ചോദിക്കും മാവേലിയാണോന്ന്. കാരണം ഓണത്തിന് വിജുനൊക്കെയാണ് ഞാൻ അതിനകത്ത് കയറുന്ന രീതിയിൽ. അപ്പോൾ പിന്നെ ഈ ഇടയായിട്ടാണ് കുറച്ച് ആക്റ്റീവ് ആവാൻ തുടങ്ങിയത്. പിന്നെ വാട്സപ്പാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത്. ഫോണോ അങ്ങനെ യൂസ് ചെയ്യുന്ന പരിപാടി എനിക്കില്ല. ഫേസ്ബുക്ക് ആണെങ്കിലും അങ്ങനെ ഞാൻ അതിനകത്ത് ആക്റ്റീവ് അല്ല. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ എന്നോട് നമ്മുടെ കൂടെ അഭിനയിക്കുന്ന സാബു ചേട്ടനും പറഞ്ഞു ഇങ്ങനെ കുറച്ച് ഫാൻസ് ഉണ്ട്, അവരന്വേഷിക്കാറുണ്ട്. അതെ. അപ്പൊ അവര് ചോദിച്ചു എന്താ ദർശന നീ റിപ്ലൈ ഒന്നും കൊടുക്കാത്തത്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ നമുക്ക് മെസ്സേജ് അയക്കുന്നത്. പക്ഷെ അതൊരിക്കലും അല്ല. ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ ഒരു പ്രാവശ്യം എടുത്ത് നോക്കിയായിരുന്നു ആരൊക്കെ മെസ്സേജ് അയച്ചു എന്ന്. അപ്പൊ എനിക്ക് ജെനുവിനാന്ന് തോന്നിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ ജെനുവിനാണ് തെറ്റിദ്ധരിച്ച ഒരാളുണ്ട്. ഒരു പയ്യനാണ്, ഒരു കൊച്ചു പയ്യൻ എന്ന് വെച്ചാൽ ആ ഒരു +2 ഒക്കെ പഠിക്കുന്ന പ്രായമുള്ളൂ എന്ന് തോന്നുന്നു. അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു ചേച്ചിയുടെ വലിയ ഫാനാണ്, ഞാൻ വലിയ ആരാധകനാണ് ചേച്ചി, ഒരു റിപ്ലൈ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, നമുക്ക് ഇത് ഫേക്ക് ആണോ അതൊന്നും അറിയില്ലല്ലോ. അപ്പം ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തു, ഹായ് മോനെ, ഗുഡ് മോർണിംഗ് എന്നൊക്കെ അയച്ച് റിപ്ലൈ കൊടുത്തു. അത് അവന് വലിയ സന്തോഷമായി. അവനെ തിരിച്ച് റിപ്ലൈ തരാൻ തുടങ്ങി.
ഇടയ്ക്ക് ഞാൻ സംസാരിക്കും ആ കൊച്ചിനോട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു 10-11 ആയി നൈറ്റ്. ഉറങ്ങിയില്ല. ഞാനും ഹസ്ബൻഡും ഞങ്ങൾ നൈറ്റ് മൂവി കാണുന്നത് ഞങ്ങൾ രണ്ടുപേരുടെയും ഹോബിയാണ്. അപ്പം ഞങ്ങൾ പടം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഇതുപോലെ ഞാൻ ഇൻസ്റ്റ എടുത്ത് നോക്കിയപ്പോൾ എനിക്കൊരു വീഡിയോ കോൾ വന്നു. അപ്പോൾ പയ്യനാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, അയ്യോ ഇത്രയും ലേറ്റ് ആയല്ലോ, ഈ പയ്യൻ എന്തിനാ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യണേ ഈ നൈറ്റ്. പകൽ എത്രയോ സമയത്ത് ഞാൻ ഇൻസ്റ്റയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ എനിക്കതൊരു ശരിയായ കാര്യമായിട്ട് തോന്നിയില്ല. അപ്പോൾ ഹസ്ബൻഡാണ് കോൾ എടുത്തത്. അപ്പോൾ തന്നെ അവൻ കട്ട് ചെയ്തു. അപ്പം ഞാൻ ജെനുവനായിട്ട് വിളിച്ച ആളെ എൻ്റെ ഹസ്ബൻഡിനെ കണ്ടിട്ട് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആ ഒരു ടൈം എനിക്ക് തോന്നിയില്ല നല്ലതാണെന്നൊന്നും എനിക്ക് തോന്നിയില്ല. അവൻ ആ സമയത്ത് വിളിച്ച് അത്യാവശ്യമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്നോട് ഇല്ല. അപ്പോൾ പകൽ വിളിച്ചാൽ സംസാരിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ ഈ നമ്മൾ ഇങ്ങനെ സംസാരിക്കാതിരിക്കുന്നത് ഒരിക്കലും നമുക്ക് ജാടയായതുകൊണ്ടോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മിസ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് എല്ലാവരോടും സംസാരിക്കാൻ പേടി. നല്ല രീതിയിൽ സംസാരിക്കുന്ന എല്ലാവരോടും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുമല്ല, ഈ നമ്മളൊന്ന് റിപ്ലൈ ചെയ്തില്ലെങ്കിൽ തന്നെ ഇവര് നമ്മളോട് വന്നിട്ട് മെസ്സേജ് ജാടയാണോ അഹങ്കാരമല്ലേ അതാണേലും ഇതാണേലും ഇങ്ങനെ തുരുതുരാ. പക്ഷെ അവര് മനസ്സിലാക്കുന്നില്ല. അവരിപ്പോ ഓഫീസിലാണെങ്കിൽ അവര് മെസ്സേജ് മൊബൈൽ നോക്കാറില്ല, ഒരിക്കലും ഇല്ല. അവരെ ശല്യം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വഴക്ക് പറയുമായിരിക്കും. അവര് വീട്ടിൽ ചെന്ന് അവരുടെ ഫ്രണ്ട്സിനെ കണ്ട് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഇരുന്ന് അവര് ഫ്രീ ആവുമ്പോഴായിരിക്കും നമുക്കാണെങ്കിലും ആർക്കാണെങ്കിലും മെസ്സേജ് ചെയ്യാം. പക്ഷെ നമ്മളൊരു റിപ്ലൈ ചെയ്തില്ലെങ്കിൽ അവർ ഉടനെ പറയണേ നമുക്ക് ജാടയാണെന്നുള്ള കാര്യം. പക്ഷെ ഒന്ന് ചിന്തിക്കണം, അതൊരു റിക്വസ്റ്റ് ആയിട്ട് ഞാൻ പറയാണ്, ഒന്ന് ചിന്തിക്കണം. ഞങ്ങൾ ആർട്ടിസ്റ്റുകൾക്ക് നിങ്ങളെ പോലുള്ള മനുഷ്യരാണ് നമ്മൾ. പിന്നെ അവരുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത്. നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസ് വീട് അങ്ങനെ ഒതുങ്ങി കൂടുന്നു എന്ന് മാത്രം. ഞങ്ങളും അതുപോലെ തന്നെ ഞങ്ങൾ ഫ്രെയിമിൽ കാണുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഞങ്ങൾക്ക് രാവിലെ 6 മണിക്ക് വണ്ടി വരും. ഞങ്ങൾ 6 മണി മുതൽ നിങ്ങളെപ്പോലെ 8-8.5 മണിക്കൂർ മാത്രമല്ല വർക്ക് ചെയ്യണത്. 10 മണി വരെയൊക്കെ ഷൂട്ട് പോകും, ചിലപ്പോൾ 2:30 വരെ പോകും. ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം വരെ 2:30-3 മണിക്കൊക്കെ ഞങ്ങൾക്ക് പാക്കപ്പ് ആയത്. അപ്പൊ ആ സമയത്ത് വല്ലപ്പോഴും ഫ്രീ ടൈം കിട്ടുമ്പോഴാണ് ഞങ്ങൾ മൊബൈൽ നോക്കണത്. ടയേർഡായി നമ്മൾ വന്നിരിക്കുമ്പോഴായിരിക്കും ചില ആൾക്കാർ ഇങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കത് നമ്മുടെ വിഷമം കൂടെ അവർ മനസ്സിലാക്കിയാൽ കുറച്ച് നല്ലതാണ്. ശരിക്കും വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ്. ജാടയാണ് എന്ന് പറയുന്നത് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഒരു ടോക്ക് വന്നതുകൊണ്ട് ഞാൻ അതെ അങ്ങനെയുള്ളവരാണ്. പക്ഷെ ഞാൻ പറയുന്നില്ല എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ കല്യാണം കഴിഞ്ഞ സമയത്തും അല്ലെങ്കിൽ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന 100-ൽ 99% എൻ്റെ ഫാൻസ് തന്നെയാണ്. എനിക്ക് പോസിറ്റീവായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവരെനിക്ക് പറഞ്ഞു തരുന്നത്. ഇനിയിപ്പോൾ അതിനകത്ത് ആരെങ്കിലും നെഗറ്റീവ് കമന്റ് ഇട്ടാലും എനിക്ക് യാതൊരു പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും അതിനകത്ത് പോസിറ്റീവായിട്ട് കമന്റ് ഇടുന്നത്. ആ പോസിറ്റീവ് കമന്റ് ഇട്ട ആൾ പോയിട്ട് അവരെ വഴക്ക് പറയാറുണ്ട്. ഞാൻ അതൊക്കെ നോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളെ ഇത്രയും ഈ 100-ൽ 1% ഉള്ളൂ നെഗറ്റീവ്. അപ്പം ഞാൻ ആ നെഗറ്റീവിനെ എപ്പോഴും റിജക്റ്റ് ചെയ്യും. കാരണം നമുക്ക് അതിനപ്പുറത്ത് ഒരുപാടുണ്ട്. ഞാനപ്പോൾ അത് മാത്രമേ കാണാറുള്ളൂ. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മിസ്റ്റേക്ക് പറഞ്ഞു തരാം, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളെ തളർത്തുന്ന രീതിയിൽ ഒരിക്കലും ഒരാളോടും ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ്. ഞാനിങ്ങനെ പറഞ്ഞോണ്ട് ആർക്കും എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. അതെ 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 അങ്ങനെയാണ്. അതെ ശരിയാ. നമ്മുടെ കാര്യം നമ്മൾ പറയണമല്ലോ, അല്ലെങ്കിൽ അവർക്ക് അറിയില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോഴേ നമുക്കത് പറയാനും പറ്റും. അത് ശരിയാണ്. പേഴ്സണലായിട്ട് അയച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് ദേഷ്യം. അതെ ശരിയാണ്. ആരും തെറ്റാണ്. നിങ്ങളൊക്കെ വിചാരിച്ചാലേ ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോകത്തുള്ളൂ. പക്ഷെ റിപ്ലൈ തരുന്നില്ല എന്ന് പറയുമ്പോൾ ജാടയാണ് പറയുമ്പോൾ ഉള്ളൊരു വിഷമം, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ പ്ലാൻ എന്ന് വെച്ചാൽ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു തമിഴ് പ്രൊജക്ട് വിളിച്ചായിരുന്നു. സീരിയൽ തന്നെയാണ്. പക്ഷെ ചെന്നൈ ആണ് ഷൂട്ട്. അപ്പൊ കൊറോണയൊക്കെ നമ്മൾ പേടിച്ചിരിക്കേണ്ട അവസ്ഥയല്ലേ ഇപ്പൊ. നമ്മുടെ മൗനരാഗം സെറ്റില് ആകെ 2 ഫാമിലി ഉള്ളൂ. അതെ ശരി. ആളുകൾ വളരെ കുറവാണ്. ആൾക്കാർ നല്ല കുറവാണ്. 2 ഫാമിലിയും ഓഫീസിലെ കുറച്ച് ആൾക്കാരും മാത്രമേ ഉള്ളൂ. അപ്പോ എന്താ പറയാ, ഇവരൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ബാക്കിയുള്ള സീരിയലിലെ പോലെയല്ല, പല പല ആർട്ടിസ്റ്റുകൾ, ഒരുപാട് ഫാമിലിയോ ഒന്നുമില്ല. അപ്പൊ എങ്ങനെയാണ് ഇത്ര ചുരുങ്ങിയ ആൾക്കാരെ കൊണ്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ്? ഈ സീരിയൽ ഞാൻ പറഞ്ഞ സാധാരണ നമ്മൾ സീരിയൽ അഭിനയിക്കുമ്പോൾ നമ്മുടെ കൂടെ അഭിനയിച്ച ആരെങ്കിലൊക്കെ കാണും. മുമ്പ് അഭിനയിച്ച ആരെങ്കിലൊക്കെ കാണും. ഈ സീരിയലിൽ എൻ്റെ കൂടെ അഭിനയിച്ച ആരുമില്ല, മുമ്പ് അഭിനയിച്ച ആരുമില്ല. അപ്പൊ ഇതെല്ലാവരെയും എനിക്ക് ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ അതെ ശരിയാണ്. ചേച്ചി ഉൾപ്പെടെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ അതിനകത്ത് ആദ്യമായിട്ട് കമ്പനി ആയത് അതിന്റെ ഹീറോ ആയിട്ടാണ്. കാരണം അവൻ തമിഴാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ കമ്പനി ആയതും അവനാണ്. അപ്പോൾ എനിക്ക് സെറ്റിൽ അവൻ എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ്. അതുപോലെ തന്നെ സാബു ചേട്ടൻ, ചേച്ചി, ഇങ്ങനെ വളരെ ചുരുക്കം എല്ലാവരും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ളത്
ഇങ്ങനെയുള്ള ആൾക്കാരോടാണ്. ഇപ്പൊ സാബു ചേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ സാബു ചേട്ടൻ ഭയങ്കര പോസിറ്റീവ് തരുന്ന ഒരാളാണ്. സാബു ചേട്ടനെ ഞാൻ പൊക്കി പറഞ്ഞതല്ല കേട്ടോ. പുള്ളി സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത്, പക്ഷെ എനിക്ക് എന്റെ അച്ഛനെ പോലെ തന്നെയാണ് പുള്ളി. ഞാൻ അങ്ങ് കാണുന്ന അതെ പുള്ളി കെയർ ചെയ്യുന്നതും അതുപോലെ തന്നെയാണ്, പറഞ്ഞു തരുന്നതും. ഞാനിപ്പോ ഒരാളെ കുറ്റം പറഞ്ഞു കൊടുത്താലും ഒരിക്കലും അത് അംഗീകരിക്കില്ല. തീർച്ചയായിട്ടും പെണ്ണുങ്ങളല്ലേ നമ്മള് കുറ്റം പറയാണ്ടിരിക്കില്ലല്ലോ. അപ്പൊ ഞാൻ എന്നോട് ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും സബ്ജക്ട് അതങ്ങനെ കാണിച്ചാൽ ശരിയായില്ലല്ലോ എന്ന് പറഞ്ഞ സബ്ജക്ട് പറയാം, അത് അവരുടെ സിറ്റുവേഷൻ അങ്ങനെ കാണിച്ചായിരിക്കും. അങ്ങനെ ഒരാളെ പറ്റി നെഗറ്റീവ് പറയണ ഞാൻ കേട്ടിട്ടില്ല. അതൊരു അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി വരുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ എനിക്ക് പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ അച്ഛൻ തീർച്ചയായിട്ടും അപ്പൊ എനിക്ക് ആ ഒരു സ്ഥാനം തന്നെയാണ് പുള്ളിയുടെ. എനിക്ക് എപ്പോ കാണുമ്പോഴും അങ്ങനെ തന്നെ തോന്നുന്നത്. ആ ഒരു കെയറും നമ്മൾ അച്ഛന്മാരോട് പുള്ളി അങ്ങനെ തന്നെയാണ്, എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. എന്നെ കാണുമ്പോഴും ആ ഒരു കെയർ തന്നെയാണ് പുള്ളി തരുന്നത്. അതുപോലെ തന്നെ ചേച്ചീനെ കാണുമ്പോഴും എനിക്ക് എന്റെ ചേച്ചിയുടെ കാര്യം ഓർമ്മ. എനിക്ക് 2 ചേച്ചിമാരാണ്. അപ്പൊ അതേ ഒരു ആറ്റിറ്റ്യൂഡാണ്. കാരണം എന്താന്ന് വെച്ചാല് വേറെ ഒന്നും കൊണ്ടല്ല, അവൾക്ക് നല്ല വിശപ്പാണ്, അവള് നല്ലപോലെ ഫുഡ് അടിക്കുന്ന ടീമാണ്. ചേച്ചിയും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. കാര്യം എന്താന്ന് വെച്ചാൽ അവൾക്ക് വിശക്കുമ്പോഴേ അവൾ എന്നെയും കൂട്ടുപിടിക്കും, വാ നമുക്ക് പോയി കഴിക്കാന്ന്. ഈ സെറ്റിൽ വന്നിട്ട് ആദ്യം വിശക്കുന്നൊക്കെ ഉണ്ടാവും നമുക്ക്, പക്ഷെ നമ്മൾ വർക്കിൽ ശ്രദ്ധിച്ചിരിക്കുമ്പോ ചേച്ചി വന്ന് പയ്യെ അടുത്ത് വന്നിട്ട് വിശക്കുന്നുണ്ടോ നിനക്ക്, വിശക്കുന്നുണ്ടോ അങ്ങനെ കുറെ സാമ്യം എനിക്ക് അവളുമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് അടുക്കാൻ എനിക്ക് പറ്റിയത്. പിന്നെ കുറച്ച് സമയം കിട്ടിയാൽ മതി, അപ്പൊ കിടന്നുറങ്ങിക്കോളും. ചേച്ചി ചേച്ചിനെ പറ്റിയാ പറയുന്നത്. അത് പിന്നെ അങ്ങനെയൊന്നും ഇല്ല, ചേച്ചിക്ക് റെസ്റ്റ് എടുക്കാൻ എനിക്ക് ഇച്ചിരി സമയം മതി. എനിക്ക് അങ്ങനെ ഒരുപാട് അഭിനയിക്കണം, എനിക്ക് അങ്ങനെ വേണ്ട, എനിക്ക് ഇച്ചിരി റെസ്റ്റ് ഒക്കെ വേണം എന്ന് പറഞ്ഞു ഒരാളാണ്. അതുകൊണ്ട് ചേച്ചിയോട് പെട്ടെന്ന് അതുകൊണ്ട് ഞാൻ ക്ലോസ് ആയിപ്പോയി. ബാക്കി എല്ലാവരുമായിട്ടും അങ്ങനെ ക്ലോസ് അങ്ങനെ നമ്മൾ ഇല്ലില്ല. ആ സെറ്റിലുള്ള എല്ലാവരും നല്ല ആൾക്കാരാണ്. ആരുമായിട്ട് അങ്ങനെ നെഗറ്റീവ് നമുക്ക് തോന്നിയിട്ടില്ല. അതാണ് തോന്നുന്നത് ആ സീരിയലിന്റെ ഒരു നല്ല ഗുണം അല്ലേ. നമ്മൾ ആരും അങ്ങോട്ട് ഈഗോയോ അങ്ങനെ ഒരു അടിപിടി ഒന്നുമില്ല. നല്ലൊരു സെറ്റ്, അത്രേ ഉള്ളു. അതിനെ കുറിച്ച് എനിക്ക് അത്രയും പറയാനുള്ളൂ. അല്ല സത്യമായിട്ട് നമുക്ക് അങ്ങോട്ട് ചെല്ലുക പറഞ്ഞാൽ തന്നെ നമുക്കൊരു വലിയ താല്പര്യമുള്ളവരോട് ഷൂട്ടാ തുടങ്ങാറായോ എന്നൊക്കെ ചോദിക്കുന്നത്. അതെ സത്യമായിട്ടും അങ്ങനെ വേറെ നെഗറ്റീവ് അതിനകത്ത് പറയാനില്ല. നല്ലൊരു സെറ്റാണത്. അടുത്ത ചോദ്യം, എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ എനിക്ക് 2 സീരിയൽ വന്നായിരുന്നു. ചെന്നൈയിലാണെന്ന് പറഞ്ഞിട്ട് തമിഴ് സീരിയലാണ്. ഇപ്പൊ കൊറോണ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തതുണ്ട്. ഇത് നമ്മുടെ സീരിയൽ തന്നെ ഷൂട്ട് ചെയ്യുന്ന നമ്മൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഒക്കെ വെച്ചിട്ടാണ്. ആർട്ടിസ്റ്റുകളെ കുറച്ച് നമ്മുടെ യൂണിറ്റിലെ എല്ലാവരെയും കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതെ അതിന്റെ ഇടയിൽ ട്രാവലിംഗ് നമ്മൾ നല്ലപോലെ കുറയ്ക്കുന്നുണ്ട്, നല്ല രീതിയിൽ കുറയ്ക്കും. എന്തായാലും നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ഇന്റർവ്യൂ തുടങ്ങി. എനിക്ക് തോന്നി മുഖമൊക്കെ ഇരിക്കുന്ന കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ ഫസ്റ്റ് ഉള്ള ആ ബൾബൊക്കെ കത്തി മുഖമൊക്കെ. പക്ഷെ ഞാൻ വരും, ഞാൻ ഇനിയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഞാൻ വരും. പക്ഷെ ഞാൻ സ്ഥിരം പറയുന്ന ഡയലോഗ് ഇപ്പൊ എന്തായാലും വിഷമിച്ച് മൂടിയായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാനുള്ള മൂടൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ തന്നെ ഇരിക്കുകയായിരിക്കും. ആദ്യത്തെ ആ ഒരു എനർജി ഒന്നും ഇപ്പൊ ഇല്ല. അപ്പോ ഇന്ന് ഞാൻ തന്നെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവരും ചേച്ചിയുടെ ചാനൽ കാണുന്നതെന്ന് അറിയാം. ചാനലിന്റെ പേര് അറിയാൻ മറന്നിട്ടില്ലല്ലോ, 1 million stories. എല്ലാവരും കാണണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ചേച്ചിയെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താലാണ് ഞങ്ങൾക്കും വളർച്ചയുണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ ഇന്നത്തോടുകൂടി പോവാന്ന് വിചാരിക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങി പെനക്കെട്ട് വന്നതാ. അപ്പൊ ചേച്ചിയാണല്ലോ എന്നെ ഇപ്പൊ ഇന്റർവ്യൂ ചെയ്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചൂഴ്തെടുത്തത്. അപ്പൊ എനിക്കും ഇതുപോലെ 2-3 പേരെ ഇന്റർവ്യൂ ചെയ്യണം. 3 പേരെ പറ്റിയില്ലെങ്കിൽ ഒരാളെങ്കിലും ഇന്റർവ്യൂ ചെയ്യാൻ കൂടെ നിൽക്കണം എന്ന് താല്പര്യമുണ്ട്. ആളെ ഞാൻ പറയില്ല, അത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. നിങ്ങൾ ഇരുന്ന് കാണും, അപ്പൊ മനസ്സിലാക്കാം അല്ലേ. അപ്പോ ബൈ പറയല്ലേ. അപ്പൊ നമുക്ക് ഇനിയും കാണാം. ഞാൻ പറഞ്ഞാൽ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.